ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലെ ഐറ്റമാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണി, നെയ്ച്ചോറ് ഇതൊക്കെ മാറി നിൽക്കുന്ന രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അതിന് മുമ്പ് കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കാം. നമുക്കറിയാലോ, മുട്ടയൊക്കെ നമ്മൾ എപ്പോഴും ചിക്കിയെടുക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചിക്കിയൊക്കെ എടുക്കുന്നതാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് ചിക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവേണ്ട കാര്യമില്ല. കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ, എന്നാൽ കുറച്ചൊന്ന് വേറിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 റെഡ് ചില്ലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഒരു ഹാൻഡ്ഫുള്ള് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബീൻസ് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ കുറച്ച് കാബേജ് കൂടി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരേ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ്. ഗ്രീൻ പീസൊക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം തക്കാളി സോസ് ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി സോസ്, 1/2 ടീസ്പൂണോളം സോയാ സോസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കറിയാം, ഈ സോസുകളുടെയൊക്കെ ഒരു രുചി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുകൂടി നമ്മളിതിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരല്പസമയം ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഇടിയപ്പമാണ്. ഇപ്പോൾ ഇത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് എനിക്ക് ബാക്കി വന്ന ഇടിയപ്പമാണ് ഞാൻ എടുക്കുന്നത്. ഒരു 5-6 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ തലേ ദിവസത്തെ ആയതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമാണ് ഇതുപോലെ തയ്യാറാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചൂടാക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ നൂൽപുട്ട് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കൂട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂൽപുട്ടാണ്. അപ്പോൾ ഞാനിത് തേങ്ങ ചേർത്തിട്ടായിരുന്നു ആവി കയറ്റി എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. തേങ്ങ ഇല്ലാതെയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ സോസുകളുടെയൊക്കെ ഒരു സ്മെല്ല് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ നൂൽപുട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കി വരുന്നത് കൊണ്ട് നമുക്ക് വേസ്റ്റ് ആക്കാം. അത് നമുക്ക് ഇതുപോലെ പുതിയ തരത്തിലൊക്കെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങി കഴിക്കും, അത്രയും ടേസ്റ്റാണ് ഇതിന് ഉള്ളത്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ട തന്നെ വേണമെന്നില്ല, നമുക്ക് ചിക്കൻ വെച്ചിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ മുട്ടയും ചിക്കനും കൂടി വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. എന്തായാലും വളരെ ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി നൂൽപുട്ടൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ കളയരുത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഫാമിലിക്ക് ഷെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ്, 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതൊരു ലോ ഫ്ലെയിമിൽ വെക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മാത്രം മതി, എല്ലാം ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വേറിട്ട് വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്കായിട്ട് അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ അങ്ങനെയൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മുമ്പിലും ധൈര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നൂൽപുട്ട് ബാക്കിയായില്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടും. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.